എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളിൽ സെക്സിനോട് ഇഷ്ടക്കേട് വരുന്നത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സെക്സ് എന്നത് ആണത്ത പ്രകടനത്തിനുള്ള ഒന്നല്ല. അതിൽ സ്ത്രീയുടെ സംതൃപ്തിക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുക. അതെ, തുറന്ന് സംസാരിക്കാൻ പലരും വിമുഖത കാണിക്കുന്ന വിഷയമാണ് ലൈംഗികത. അത് സ്ത്രീകളിൽ അധികമാണെന്നും നിരീക്ഷണങ്ങളുണ്ട്. വളരെ അടുപ്പമുള്ള സ്ത്രീ സൗഹൃദങ്ങളിൽ പോലും ലൈംഗികത വിരളമായേ ചർച്ച ചെയ്യപ്പെടാറുള്ളൂ. പങ്കാളിയോട് പോലും ചിലർ താല്പര്യങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ലൈംഗിക ജീവിതത്തിലെ താളപ്പിഴകളെ സഹിച്ച് ജീവിക്കാമെന്ന നിലപാടിലേക്ക് ചില സ്ത്രീകളെങ്കിലും എത്തിച്ചേരുന്നുമുണ്ട്. അതെ, ലൈംഗിക പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ സാധിക്കും. ലൈംഗികതയുടെ ആനന്ദം വീണ്ടെടുക്കാനുമാകും. അതിന് പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യവും അത് ഉൾക്കൊള്ളാൻ പങ്കാളിക്ക് പക്വതയും ഉണ്ടാകണം. പരസ്പരം ഉള്ളറിഞ്ഞ് സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ ആനന്ദം ശരിയായി അനുഭവിക്കാനാകൂ. ലൈംഗിക പ്രതികരണങ്ങളെ, താല്പര്യങ്ങളെ നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങൾ ചേർന്നാണ്. ശാരീരികവും വൈകാരികവുമായ കാര്യങ്ങളും പരിചയവും ജീവിത രീതിയും ബന്ധത്തിൻ്റെ തീവ്രതയുമെല്ലാം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ തടസ്സം നേരിട്ടാൽ അത് ലൈംഗിക ആസക്തിയെയോ ഉത്തേജനത്തെയോ സംതൃപ്തിയെയോ ബാധിക്കാം. ലൈംഗിക പ്രതികരണ ചക്രത്തിന് 4 തലങ്ങളാണുള്ളത്: ഉത്തേജനം, വികാരത്തിൻ്റെ ഉയർച്ച, രതിമൂർച്ച, പൂർവസ്ഥിതി. പതുക്കെ തുടങ്ങി മൂർധന്യത്തിലേക്ക് കടന്ന് പിന്നീട് വിശ്രമാവസ്ഥയിലേക്ക് നീളുന്ന ആനന്ദത്തിൻ്റെ പടവുകളാണിത്. ഇവയിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. തുടർച്ചയായ ലൈംഗിക അസംതൃപ്തി ഉണ്ടാകുകയാണെങ്കിൽ ചികിത്സ തേടുന്നതാണ് നല്ലത്. പ്രയാസങ്ങളെ പങ്കാളികൾക്കു തന്നെ പരസ്പരം പങ്കുവെച്ച് പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ മറ്റ് ചികിത്സകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ശാരീരിക കാരണങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മാനസിക കാരണങ്ങളും. ലൈംഗികതയുടെ വൈകാരിക തലത്തിൽ പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പവും വിശ്വാസവും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീകളിൽ കാണുന്ന ലൈംഗിക അസംതൃപ്തിയുടെ മാനസിക തലങ്ങൾ പരിശോധിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ അതിൽ അന്തർലീനമായി കാണാം. ജോലി സംബന്ധമായും അല്ലാതെയും ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, ആശങ്കകൾ, ലൈംഗികതയെക്കുറിച്ച് തന്നെയുള്ള ആശങ്കകൾ, കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിഷാദം, കുറ്റബോധം, ഭൂതകാലത്തുണ്ടായിട്ടുള്ള ലൈംഗിക ആഘാതങ്ങൾ, അപ്രതീക്ഷിത ഗർഭധാരണം ഉണ്ടാകുമോ എന്ന ആശങ്ക തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ലൈംഗികതയുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിക്കോട്ടെ, അതെല്ലാം ലൈംഗിക ജീവിതത്തെയും അതിൻ്റെ സംതൃപ്തിയെയും ബാധിക്കും. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ആകുലതകളും സ്ത്രീകളിൽ ലൈംഗികതയെ ബാധിച്ചേക്കാം. അതുപോലെ ലൈംഗികതയുടെ അനുഭൂതിയുടെ പാരമ്യതയാണല്ലോ രതിമൂർച്ച. പക്ഷേ പല സ്ത്രീകളും രതിമൂർച്ച അനുഭവിക്കാനാവുന്നില്ലെന്ന് പരാതിപ്പെടാറുണ്ട്. ലൈംഗികമായ ചിന്തകളെ അടിച്ചമർത്തുക, പരിചയമില്ലായ്മ നവവധുക്കൾക്കിടയിൽ കണ്ടുവരുന്നു. അറിവില്ലായ്മ, കുറ്റബോധം, ഉത്കണ്ഠ എന്നിവയൊക്കെ രതിമൂർച്ച അനുഭവിക്കാൻ സാധിക്കാത്തതിന് കാരണമാകാറുണ്ട്. വേദനാജനകമായ രതിയോടുള്ള ഭയം സ്ത്രീകളുടെ ലൈംഗിക താല്പര്യത്തെ കുറച്ചേക്കാം. അതുപോലെ ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമേ തന്നെ വിഷാദം, പിരിമുറുക്കം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും സ്ത്രീകളിലെ ലൈംഗിക താല്പര്യം നഷ്ടപ്പെടുത്തിയേക്കാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ഥലം, അവിടുത്തെ സുരക്ഷിതത്വം, കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവർ അറിയുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഘടകങ്ങളാണ്. സ്ഥിരമായി സ്വീകരിക്കുന്ന ലൈംഗിക ചേഷ്ടകളോടുള്ള മടുപ്പും ഉത്തേജനത്തെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. അത് ഒഴിവാക്കാൻ സംഭോഗത്തിൽ പുതുമകൾ കൊണ്ടുവരാനും പങ്കാളികൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.